നമസ്കാരം. പ്രധാന വാർത്തകൾ. സൗത്ത് തൃത്താല ആടുവളവ് സ്റ്റോപ്പിന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. വാവന്നൂർ സ്വദേശി 28 വയസ്സുള്ള കുന്നുംപാറ വളപ്പിൽ സിറാജുദ്ദീനാണ് മരിച്ചത്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയിൽ അല്പം ആശ്വാസം. വൈദ്യുതി ഉപഭോഗം കുറയുന്നു. ഇന്നലെ നിയന്ത്രണം വേണ്ടി വന്നില്ലെന്ന് KSEB. മഴ പെയ്ത് ചൂട് കുറഞ്ഞത് ആശ്വാസമായി. മാലിന്യ സംസ്കരണത്തിന് കേരളത്തിന് മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുന്നംകുളം നഗരസഭ ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് സ്വന്തമായി വാഹനങ്ങൾ വാങ്ങി സ്വയം പര്യാപ്തരാകുന്നു. തൃശൂർ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചാണ് മാലിന്യ സംസ്കരണത്തിന് കേന്ദ്രാവിഷ്കൃത ഫണ്ട് അനുവദിച്ചിരുന്നത്. 60 ലക്ഷം രൂപ ചെലവിൽ JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാങ്ങി. വാർത്തകൾ വിശദമായി. സൗത്ത് തൃത്താല ആടുവളവ് സ്റ്റോപ്പിന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. വാവന്നൂർ സ്വദേശി 28 വയസ്സുള്ള കുന്നുംപാറ വളപ്പിൽ സിറാജുദ്ദീനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് തൃത്താല കൂറ്റനാട് റോഡിൽ ആടുവളവ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. തൃത്താല ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും എതിരെ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ സിറാജുദ്ദീനെ ആദ്യം പട്ടാമ്പിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ പരിശോധനയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആന്തരിക രക്തസ്രാവം മൂലം അതീവ ഗുരുതരാവസ്ഥയിലാവുകയും പിന്നീട് മരണപ്പെടുകയുമായിരുന്നു. മൃതദേഹം കൂറ്റനാട് കേന്ദ്ര മഹല്ല് ഖബർസ്ഥാനിൽ ഖബറടക്കി. ചാലിശ്ശേരി കൂറ്റനാട് റോഡിലെ കലുങ്ക് നിർമ്മാണത്തിനിടെ കുഴിയിൽ വീണ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. പട്ടാമ്പി സ്വദേശി കുറിഞ്ചാമയിൽ വീട്ടിൽ 39 വയസ്സുള്ള നൌഫലിനാണ് പരിക്കേറ്റത്. ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിൽ ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടം. പരിക്കേറ്റ യുവാവിനെ പ്രദേശവാസികളും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും ചേർന്ന് കുഴിയിൽ നിന്നെടുത്ത് ചാലിശ്ശേരി KPSTA ആംബുലൻസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാസങ്ങളോളമായി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരികയാണെന്നും രാത്രികാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾക്ക് അപകട സൂചന നൽകുന്നതിനാവശ്യമായ ഒരു തരത്തിലുള്ള സൂചനാ ബോർഡുകളില്ലെന്നും പ്രദേശവാസികളും യാത്രക്കാരും പറഞ്ഞു. റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത അധികൃതരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് പരിക്കേറ്റ യുവാവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്ര മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ SHO വിപിൻ കെ വേണുഗോപാൽ, SI U മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ 5 പേർ അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇന്നലെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ഭഗവതിക്ക് ചാർത്തുന്ന 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയോളവുമാണ് നഷ്ടപ്പെട്ടത്. സ്ട്രോങ് റൂം, ലോക്കറും തകർത്ത് പ്രൊഫഷണൽ മോഷണ സംഘമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രധാന തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും സംഭവ സ്ഥലത്തുനിന്ന് ലഭിച്ച വിരലടയാളങ്ങളും മേഖലയിലെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിന് മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുന്നംകുളം നഗരസഭ ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് സ്വന്തമായി വാഹനങ്ങൾ വാങ്ങി ഈ രംഗത്ത് സ്വയം പര്യാപ്തരാകുന്നു. തൃശൂർ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചാണ് മാലിന്യ സംസ്കരണത്തിന് കേന്ദ്രാവിഷ്കൃത ഫണ്ട് അനുവദിച്ചിരുന്നത്. 60 ലക്ഷം രൂപ ചെലവിൽ JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാങ്ങി. കോർപ്പറേഷനും സമീപത്തുള്ള നഗരസഭ, പഞ്ചായത്ത് തലങ്ങളിലെ മാലിന്യ സംസ്കരണം നടപ്പാക്കുന്നതിനാണ് ഫണ്ട് ഉപയോഗിക്കുന്നത്. ഈ ഫണ്ട് ഉപയോഗിച്ചാണ് കുന്നംകുളം നഗരസഭ ഒരു JCB, 2 ടിപ്പർ ലോറികൾ, 2 ഡീസൽ ഓട്ടോറിക്ഷകൾ, ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉൾപ്പെടെ 6 വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. JCBയും ലോറികളും വാടകയ്ക്കെടുത്താണ് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്വന്തമായി വാഹനങ്ങൾ ലഭിച്ചതോടെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ കഴിയുമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. JCBയും ടിപ്പർ ലോറികളും ഭാവിയിൽ കൌൺസിലർമാരുടെ ഉത്തരവാദിത്വത്തിൽ വാടകയ്ക്ക് നൽകുന്നതിനും അതുവഴി നഗരസഭയ്ക്ക് ഫണ്ട് കണ്ടെത്താനും കഴിയുന്ന വിധത്തിൽ ബൈലോ തയ്യാറാക്കുമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. അതേസമയം വാഹനങ്ങളുടെ മെയിന്റനൻസ് നഗരസഭയ്ക്ക് ഒരു ബാധ്യതയാകുമെന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ഡ്രൈവറുടെ ശമ്പളം അടക്കമുള്ള ഉത്തരവാദിത്തം നഗരസഭയ്ക്ക് ഉണ്ടാകുന്നത് സാമ്പത്തിക ബാധ്യതയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രധാന വിമർശനം. എന്നാൽ വാഹനം വാടകയ്ക്കെടുക്കാൻ നഗരസഭ ഫണ്ട് ചിലവാക്കുന്നതിനു പകരം സ്വന്തം വാഹനമുള്ളപ്പോൾ നഗരസഭയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുമെന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 18-കാരന് 31 വർഷം കഠിന തടവും 2,21,000 രൂപ പിഴയും ശിക്ഷ. ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2021 ഓഗസ്റ്റ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്.
കണ്ടാണശ്ശേരി അരിയന്നൂർ പാഴത്തുവീട്ടിൽ ജ്യോതിവാസ് മകൻ അപ്പു എന്ന കിരണിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെ CPO പ്രസീത കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI KG ജയപ്രദീപ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇൻസ്പെക്ടർ PK മനോജ് കുമാർ, ഗുരുവായൂർ ACP KG സുരേഷ് എന്നിവർ തുടരന്വേഷണം നടത്തിയ കേസിൽ ACP C പ്രേമാനന്ദകൃഷ്ണനാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 20 സാക്ഷികളെ വിസ്തരിക്കുകയും ശാസ്ത്രീയ തെളിവുകളടക്കം 43 രേഖകളും മുതലുകളും ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയിൽ അല്പം ആശ്വാസം. വൈദ്യുതി ഉപഭോഗം കുറയുന്നു. ഇന്നലെ നിയന്ത്രണം വേണ്ടി വന്നില്ലെന്ന് KSEB. മഴ പെയ്ത് ചൂട് കുറഞ്ഞത് ആശ്വാസമായി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതലാണ് അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചത്. വൈകിട്ട് 6 മണി മുതൽ 12 മണി വരെയുള്ള പീക്ക് അവറിലാണ് വൈദ്യുതി നിയന്ത്രണം. പ്രകൃതി ചതിച്ചതിനാലാണ് ലോഡ് ഷെഡിംഗ് എന്നായിരുന്നു വൈദ്യുതി മന്ത്രിയുടെ വാദം. 10 വർഷം നീണ്ട അവകാശവാദങ്ങളുടെ എല്ലാം ഫ്യൂസ് ഊരിയാണ് KSEB വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചത്. വൈദ്യുതി വിതരണ പ്രസരണ ശൃംഖലയുടെ ആഘാതം ഒഴിവാക്കാൻ നിയന്ത്രണം കൂടിയേ തീരൂ എന്നായിരുന്നു വിശദീകരിച്ചത്. ഊർജ്ജ സെക്രട്ടറി പങ്കെടുത്ത KSEB ഉന്നതതല യോഗത്തിലായിരുന്നു തീരുമാനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാലപ്പഴക്കത്താൽ മങ്ങിയ നരസിംഹാവതാരം ചിത്രം പുതുശോഭയോടെ പുനരാവിഷ്കരിച്ച് സമർപ്പിച്ചു. ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാളായിരുന്ന KU കൃഷ്ണകുമാറാണ് നരസിംഹാവതാരം എണ്ണ ഛായാചിത്രം തനിമ ചോരാതെ പുനരാവിഷ്കരിച്ചത്. 6 അടി നീളവും 4 അടി വീതിയുമുണ്ട്. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ചു. ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർമാരായ ലിജുമോൾ, E സുന്ദർരാജ്, ഹെൽത്ത് സൂപ്പർവൈസർ MN രാജീവ് തുടങ്ങിയവർ സംബന്ധിച്ചു. 74 വർഷം മുൻപ് പ്രശസ്ത ചിത്രകാരൻ S ശ്രീനിവാസ് അയ്യർ വരച്ച ചിത്രമായിരുന്നു ഇത്. കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലകളിൽ ലോറികളിൽ കുടിവെള്ളം എത്തിച്ച് കുന്നംകുളം നഗരസഭ. വേനൽ രൂക്ഷമായപ്പോൾ നഗരസഭയിലെ പല വാർഡുകളിലും കുടിവെള്ള പ്രശ്നം രൂക്ഷമാവുകയും പല ചെറുകിട കുടിവെള്ള പദ്ധതികളിൽ നിന്നും ആവശ്യമായ ജലം ലഭ്യമല്ലാതാവുകയും ചെയ്തിരുന്നു. ഇതോടെ പ്രശ്നം പരിഹരിക്കുന്നതിന് കുടിവെള്ളം ലോറികളിൽ എത്തിക്കുന്നതിന് ടെൻഡർ നൽകി. രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുള്ള സ്ഥലങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഒന്നിടവിട്ട ദിവസങ്ങളിൽ 1 മുതൽ 5 വരെ ട്രിപ്പുകളിലായി ജലവിതരണം ഒരുക്കുകയാണ് നഗരസഭ ഇപ്പോൾ ചെയ്യുന്നത്. വലിയ സംഖ്യ ഈ പ്രവൃത്തി മൂലം നഗരസഭയ്ക്ക് ചിലവ് വരുന്നുണ്ടെങ്കിലും കുടിവെള്ള പ്രശ്നം രൂക്ഷമായ എല്ലാ പ്രദേശങ്ങളിലും മഴ ലഭിച്ച് വെള്ളം ലഭ്യമാകുന്നതുവരെ ടാങ്കർ ലോറികളിൽ വിതരണം നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പറഞ്ഞു. നഗരസഭ ആരോഗ്യ വിഭാഗമാണ് കുടിവെള്ള വിതരണത്തിന് നേതൃത്വം നൽകുന്നത്. ആരോഗ്യ വിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷ മിഷ സെബാസ്റ്റ്യൻ എല്ലാ ദിവസവും കുടിവെള്ളം എത്തിച്ചേരുന്ന വാർഡുകളും സ്ഥലവും കൌൺസിലർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ അറിയിച്ചാണ് വിതരണം ചെയ്യുന്നത്. പുതുശ്ശേരി കുറുനെല്ലിപ്പറമ്പിൽ വീടിനുള്ളിൽ തീപിടുത്തം. കുറുനെല്ലിപ്പറമ്പ് പന്തളത്ത് ആനന്ദിന്റെ ടെറസ് വീടിനുള്ളിലാണ് തീ പടർന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30 സംഭവം. പൂജാമുറിയിൽ നിന്നും തീ പടർന്നതാകാം എന്ന് സംശയിക്കുന്നു. ഹാളിലെ സോഫ സെറ്റ്, അലമാര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിപ്പടർന്നു. ഈ സമയത്ത് ആരും വീട്ടിലുണ്ടായിരുന്നില്ല. ഉള്ളിൽ നിന്നും പുകയും തീയും ഉയരുന്നത് കണ്ട ആളുകളാണ് വിവരം അറിയിച്ചത്. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. പന്നിശ്ശേരി ശ്രീ മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷിച്ചു. രാവിലെ നട തുറക്കലിന് ശേഷം ക്ഷേത്രത്തിൽ മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടന്നു. നരസിംഹ ജയന്തി ആഘോഷത്തിന്റെ പ്രധാന വഴിപാടായ തൂൺ സമർപ്പണം രാവിലെ 7 മണി മുതൽ ആരംഭിച്ചു. ഗുരുവായൂർ രാധാമാധവ് സങ്കീർത്തന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിനാമ കീർത്തനാലാപനവും ഉണ്ടായി. ഉച്ചയ്ക്ക് ശേഷം ഊട്ടുപുരയിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദൂട്ട് നടന്നു. വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ പ്രാദേശിക കലാകാരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നിരവധി ഭക്തജനങ്ങൾ നരസിംഹ ജയന്തി ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് VR ബാലകൃഷ്ണൻ, സെക്രട്ടറി MP സജീവ്, ട്രഷറർ PK പുഷ്പാകരൻ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കടവല്ലൂർ ചാലിശ്ശേരി പഞ്ചായത്തുകളിലെ 400 ഏക്കറോളം നെൽകൃഷിക്ക് ഊർജ്ജമേകുന്ന ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പാലം നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമായ പൈലിംഗ് പൂർത്തിയായതിനെ തുടർന്ന് തൂണുകൾ നിർമ്മിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. നഗരസഞ്ചയ പദ്ധതി പ്രകാരം തൃശൂർ കോർപ്പറേഷൻ അനുവദിച്ച 2 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്.
ഒറ്റപ്പിലാവ് തണത്തറ തോടിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം മുട്ടിപ്പാലത്ത് തടഞ്ഞു നിർത്തി കൃഷിക്ക് ഉപയോഗിക്കുകയാണ് പദ്ധതിയുടെ ഉദ്ദേശം. ഇതിന്റെ ഭാഗമായി തണത്തറ തോടിന്റെ നവീകരണം നടത്തുകയും അരനൂറ്റാണ്ടോളം പഴക്കമുണ്ടായിരുന്ന പാലം പൊളിച്ചുമാറ്റുകയും ചെയ്തിരുന്നു. പദ്ധതി പൂർത്തിയാകുന്നതോടെ തൃശൂർ, പാലക്കാട് ജില്ലകളുടെ അതിർത്തിയിലുള്ള പാടശേഖരങ്ങളിൽ ഇരുപ്പ് കൃഷിക്ക് സാധ്യത ഉയരും. നിലവിൽ മുണ്ടകൻ മാത്രമാണ് ഈ മേഖലയിൽ ചെയ്യുന്നത്. ഈ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും ബണ്ട് സഹായകരമാകും. പൂർണ്ണമായും മോട്ടോറിൽ പ്രവർത്തിക്കുന്ന ഷട്ടറുകളാണ് സ്ഥാപിക്കുക. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ ടൂറിസം വികസനത്തിനും വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. തൃശൂരിൽ നിന്ന് അവസാന ട്രിപ്പ് കഴിഞ്ഞ് മുല്ലശ്ശേരി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്യുന്നതിനിടയിൽ ബസിന്റെ സെൽഫ് മോട്ടോർ തകരാറിലായതോടെ വൻ ഗതാഗതക്കുരുക്ക്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. റോഡിന് കുറുകെ കിടന്ന ബസ് മാറ്റാതെ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത സ്ഥിതിയായിരുന്നു. ഇതോടെ ഗുരുവായൂർ കാഞ്ഞാണി റോഡിൽ ഏകദേശം 1 മണിക്കൂറോളം കുരുക്കുണ്ടായി. ഇതിനിടയിൽ പെട്രോൾ പമ്പിലേക്ക് എത്തിയ മഹേന്ദ്ര താർ ജീപ്പിന്റെ സഹായത്താൽ ബസ് ജീവനക്കാരും നാട്ടുകാരും വാഹനയാത്രക്കാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ബസ് മാറ്റിയതോടെയാണ് വാഹനക്കുരുക്കഴിഞ്ഞ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലായത്. കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ തുടർച്ചയായി 25 വർഷം ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയും 39 വർഷം കാട്ടകാമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് ചിറക്കൽ ബ്രാഞ്ചിൽ സേവനമനുഷ്ഠിച്ച് സെക്രട്ടറിയായി വിരമിക്കുകയും ചെയ്ത MS മണികണ്ഠന് നാടിന്റെ ഹൃദ്യമായ യാത്രയയപ്പ്. കാട്ടകാമ്പാൽ പൌരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും രജത ജൂബിലി ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ബുധനാഴ്ച വൈകിട്ട് പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന രജത ജൂബിലി ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മണികണ്ഠൻ നാടിന് മാതൃകയാണെന്നും നാടിന്റെ പൈതൃകവും മതനിരപേക്ഷതയും കാത്തുസൂക്ഷിക്കുകയും രാഷ്ട്രീയം സംവാദാത്മകമായി തന്നെ നിലനിർത്തുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേതെന്നും MLA അഭിപ്രായപ്പെട്ടു. എല്ലാവരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഒരുപോലെ കാണാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ കോലാഹലങ്ങൾ കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ തനിക്ക് തെരഞ്ഞെടുപ്പിലൂടെ ലഭ്യമായ സ്ഥാനം ഒരു രാഷ്ട്രീയ പരിഗണനയും കൂടാതെ ജനങ്ങളോടൊപ്പം നിന്ന് ആ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ, അതൊക്കെയാണ് 25 വർഷക്കാലത്തെ നീണ്ട ഈ അനുഭവ ചരിത്രത്തിന്റെ പുറകിലുള്ളത് എന്നാണ് എൻ്റെ തോന്നൽ. പൊതുപ്രവർത്തനവും ഔദ്യോഗിക ജീവിതവും പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് ദുഷ്കരമായ പ്രവൃത്തിയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ പറഞ്ഞു. 25 വർഷം ജനങ്ങളെ സേവിച്ച ഒരു വ്യക്തി 39 വർഷം ബാങ്കിൽ പ്രവർത്തിക്കുക. ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം. സഹകരണ മേഖലയിൽ ചീത്തപ്പേരുകൾ, ആരെന്ത് ചെയ്താലും ചീത്തപ്പേരുകളുള്ള ഒരു കാലഘട്ടം. എങ്ങനെ പോയത് ആ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ശ്രീ മണികണ്ഠൻ ഈ കാട്ടകാമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ആവുന്നതിന് മുമ്പ് ഈ ബാങ്ക് നഷ്ടത്തിൽ പോയിരുന്ന ബാങ്ക് ഇത്തവണത്തെ ഓഡിറ്റ് കഴിയുമ്പോൾ ഇവിടുത്തെ ലാഭകരമായി പോകുന്ന ഒരു ബാങ്ക്. ഇത് മണികണ്ഠനെ പോലുള്ള അപൂർവം വ്യക്തികൾക്കേ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കാട്ടകാമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ, കൊച്ചിൻ ഗ്രാമീണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായി. കാട്ടകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ MN സത്യൻ, TC ചെറിയാൻ, KT ഷാജൻ, MM അലി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. ശേഷം പൌരാവലിയുടെയും 2000 മുതലുള്ള പഞ്ചായത്ത് ഭരണസമിതികളുടെയും വിവിധ സംഘടനകളും വ്യക്തികളും മണികണ്ഠന് ഉപഹാരങ്ങൾ നൽകി. സ്വീകരണത്തിന് മണികണ്ഠൻ നന്ദി പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. കാണിപ്പയ്യൂർ തോന്നിയങ്കാവ് ഭദ്രകാളി ക്ഷേത്ര പൂര മഹോത്സവത്തോടനുബന്ധിച്ച് രാമധേയം കാണിപ്പയ്യൂർ ദേശം പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാദരവും പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു. ഇൻസ്റ്റാഗ്രാം റീൽസ് മത്സരത്തിലെ വിജയികൾക്കും വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ദേശത്തെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ നൽകിയത് KR ഗ്രൂപ്പാണ്. KR ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് മാനേജിംഗ് ഡയറക്ടറും BDJS തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റും കുന്നംകുളം നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ KR റെജിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ജീവകാരുണ്യ പ്രവർത്തകരായ ചുള്ളിയിൽ വിശ്വനാഥൻ, സത്യഭാമ വിശ്വനാഥൻ എന്നിവരും സന്നിഹിതരായിരുന്നു. കുട്ടികൾക്കുള്ള നമ്മുടെ ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിലെ വിജയികൾക്കുള്ള പൂരാഘോഷത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഉദാഹരണം രാമധേയം പൂരാഘോഷ കമ്മിറ്റിയാണ് അത് സംഘടിപ്പിച്ചത്.
അപ്പോൾ ഈ അമ്പലത്തിൽ വെച്ചിട്ട് അവർക്ക് ട്രോഫിയും അതുപോലെ ഉന്നത വിജയം പഠിച്ച കുട്ടികൾക്ക് നേഴ്സിംഗ് ആണെങ്കിലും ഡോക്ടറേറ്റ് എടുത്ത കുട്ടികൾക്ക് ക്യാഷ് പ്രൈസായിട്ട് അവരിവിടെ കൊടുത്തു. ഒരു നല്ല ഒരു കൂട്ടായ്മയാണ് ഇവിടെ സംഘടിപ്പിച്ച് അവർക്ക് അത് നടത്താൻ പറ്റി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാളിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് നവീകരിച്ച ദേവാലയ മുഖവാരത്തിലെ വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. ശനിയാഴ്ച രാവിലെ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് അഞ്ചേരി സെന്റ് മേരീസ് പള്ളി പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ പ്രകാശ് പുത്തൂർ കാർമ്മികനാകും. തുടർന്ന് ക്രിസ്ത്യന്തി വാഴ്ചയും വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വെക്കലും നടക്കും. കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പും വളയും ആശീർവദിച്ചു നൽകും. വൈകിട്ട് 10 മുതൽ കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പു പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ സമാപിക്കും. തുടർന്ന് വർണ്ണമഴ ഉണ്ടാകും. തിരുനാളിന്റെ പ്രധാന ദിനമായ ഞായറാഴ്ച രാവിലെ 6:15-ന് ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികനാകും. രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഫൊറോന ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത് മുഖ്യ കാർമ്മികനാകും. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ ബ്രഹ്മകുളം സന്ദേശം നൽകും. വൈകിട്ട് 5-ന് നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് പുലക്കാട്ടുകര കർമ്മലമാത പള്ളി വികാരി ഫാദർ ജിൻസൺ ചിരിയങ്കണ്ടത്ത് കാർമ്മികനാകും. തുടർന്ന് പ്രദക്ഷിണമാണ്. രാത്രി 7-ന് നാടകം അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 6:15-ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയും വലിയ ഒപ്പീസും ഉണ്ടാകും. വൈകിട്ട് വിശ്വാസ പരിശീലന ദിനാഘോഷത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനവും കുട്ടികളുടെ കലാപരിപാടികളും നടക്കും. ഈ വർഷം 9 ലക്ഷത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇതിൽ തിരുനാളാഘോഷം ലഘൂകരിച്ചതിലൂടെ 2 ലക്ഷം രൂപ സ്വരൂപിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര, കൈക്കാരന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ, തിരുനാൾ ജനറൽ കൺവീനർ ലോറൻസ് നീലങ്കാവിൽ, പബ്ലിസിറ്റി കൺവീനർ പ്രിൻസൺ തരകൻ, PRO ആന്റോ എൽ പുത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തലൊരുക്കി. സംഘം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ മോരിവെള്ളം നൽകി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജി ജോൺ, വാർഡ് മെമ്പർമാരായ ഷാജി വർഗീസ്, മീന ശലമോൻ, ബോർഡ് അംഗങ്ങളായ MA ഉസ്മാൻ, ഷാജൻ, MM നിഷാദ്, KR രാധിക, സെക്രട്ടറി സുനിത ജോഷി എന്നിവർ പങ്കെടുത്തു. കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ ആരംഭിച്ചിട്ടുള്ള തണ്ണീർ പന്തൽ വരും ദിവസങ്ങളിലും തുടരും. മമ്മയൂർ ദിവ്യശ്രീ വിജ്ഞാന പഠന കേന്ദ്രത്തിന്റെയും അഖില ഭാരത ശ്രീ ഗുരുവായൂരപ്പ ഭക്തസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഭക്തശിരോമണി വാഴംകുന്നം വാസുദേവൻ നമ്പൂതിരിയുടെ 145-ാം ജയന്തി ആഘോഷിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ R നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആധ്യാത്മിക കേന്ദ്രം ചെയർമാൻ ആചാര്യ CP നായർ അധ്യക്ഷനായി. ഭക്തസമിതി ജനറൽ സെക്രട്ടറി സജീവൻ നമ്പിയത്ത്, K പ്രദീപ് കുമാർ, മമ്മിയൂർ വിജയലക്ഷ്മി, ഷൈജു കൃഷ്ണാനന്ദ, വിനോദ് മേനോൻ, വിലാസിനി തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ലൈസൻസ് ഫയർമെൻസ് അസോസിയേഷൻ പുന്നേർകുളം യൂണിറ്റ് സമ്മേളനം നടത്തി. AO പരിസരത്തുള്ള യൂണിറ്റ് ഓഫീസിൽ നടത്തിയ സമ്മേളനം AKLWA തൃശൂർ ജില്ലാ പ്രസിഡന്റ് OC ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജോസ് മേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ VK അബ്ദുൽ ഗഫൂർ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് മെമ്പർഷിപ്പ് വിതരണവും ഉണ്ടായി. യൂണിറ്റ് സെക്രട്ടറി ശ്യാം പ്രസാദ് സ്വാഗതവും ട്രഷറർ TK നൌഷാദ് നന്ദിയും പറഞ്ഞു. അപകടത്തിൽപ്പെട്ട സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി കിണറ്റിലിറങ്ങിയ മുസ്തഫ ഇപ്പോൾ നാടിന്റെ നായകനാണ്. കിണറ്റിൽ വീണ ആടിനെ രക്ഷിക്കാനിറങ്ങി ശ്വാസം മുട്ടി അവശനിലയിലായ VV ബഷീറിനാണ് അയൽവാസിയും സുഹൃത്തുമായ മുസ്തഫ രക്ഷകനായത്. ന്യൂബസാറിന് സമീപം കഴിഞ്ഞ ദിവസമായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം. തന്റെ വീടിന് സമീപത്തെ കിണറ്റിൽ ആട് വീണതറിഞ്ഞാണ് ബഷീർ രക്ഷാപ്രവർത്തനത്തിന് മുതിർന്നത്. കയറിൽ കെട്ടി താഴേക്കിറങ്ങിയ ബഷീർ കിണറ്റിലെ ഓക്സിജന്റെ കുറവ് മൂലം പെട്ടെന്ന് അവശനാവുകയായിരുന്നു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി പ്രാണവായുവിനു വേണ്ടി പിടയുന്ന ബഷീറിനെ കണ്ടതോടെയാണ് മുസ്തഫ ഒട്ടും വൈകാതെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. മറ്റൊരു കയറിന്റെ സഹായത്തോടെയാണ് കിണറ്റിലിറങ്ങിയ മുസ്തഫ അബോധാവസ്ഥയിലാകാറായ ബഷീറിനെ സുരക്ഷിതമായി കെട്ടിയുറപ്പിച്ചു. മുകളിലുണ്ടായിരുന്നവർ കയർ വലിച്ചു കയറ്റിയപ്പോൾ താഴെ നിന്ന് താങ്ങായി മുസ്തഫയും ഒപ്പം നിന്നു. കിണറ്റിൽ നിന്നും പുറത്തെത്തിച്ച ബഷീറിനെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയതിനാൽ വലിയൊരു അപകടം തന്നെ ഒഴിവായി. എന്നാൽ കിണറ്റിൽ വീണ ആടിനെ രക്ഷിക്കാനായില്ല. മിഞ്ഞാന്നാണ് ഇത് ഇങ്ങനെ സംഭവം ഉണ്ടായത്. ഒരാട് കിണറ്റിൽ വീഴും. അപ്പോൾ ബഷീർക്ക് ആടിനെ എടുക്കാൻ വേണ്ടി ഇറങ്ങാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് ഇതിൽ ബഷീർക്ക് ശ്വാസം കിട്ടാതെ ആ കുടുങ്ങി നിൽക്കുന്നു. പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി ബഷീർഖാനെ പെട്ടെന്ന് കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ച് ഓക്സിജനൊക്കെ കൊടുത്ത് ബഷീർഖാനെ ട്രിപ്പൊക്കെ ഇട്ട് കൊടുന്ന് ബഷീർക്ക് കുഴപ്പമില്ലാതെ ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇരിക്കുന്നത്. 4 ആളോട് ഭാഗത്ത് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ഓടി വന്നു.
ഓടി വന്ന് പിന്നെ ഒരാൾ കിണറ്റ് വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. ബഷീർ പറഞ്ഞ ആൾ കിണറ്റിൽ വീണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി അവിടെ നിന്ന് ഓടി വന്ന് നോക്കുമ്പോൾ ഈ പിന്നെ കയറിൻ്റെ മുകളിൽ കുടുങ്ങി കിടക്കുക. അങ്ങനെ ഞാൻ പിന്നെ ഈ മുസ്തഫ അപ്പുറത്തൂടെ ഇറങ്ങി, ഞാൻ അപ്പുറത്തൂടെ ഇറങ്ങാൻ പറ്റും, പക്ഷേ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. മുസ്തഫ അപ്പത്തിന് ഇറങ്ങി അടിയിൽ എത്തിക്കഴിഞ്ഞു. ഓനെ അതിനെ പിന്നെ അവിടെ അപ്പം ഞാൻ മുകളിൽ നിന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് അവൻ്റെ അരയിൽ കയറ് കെട്ടി പറഞ്ഞു. അരയിൽ കയറ് കെട്ടി പിന്നെ ഓനെ കയറ്റി. അപ്പത്തിന് മുസ്തഫ പറഞ്ഞു ശ്വാസം മുട്ടുന്നിട്ടോ പറഞ്ഞു. അപ്പോൾ ഓനോടും പിന്നെ പറഞ്ഞു വേഗം കയറിക്കോ എന്ന് പറഞ്ഞു. ഓന് കയറി. ഓൻ ഇവിടെ മേലത്ത് നോക്കുമ്പോൾ ഓന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഓൻ പെട്ടെന്ന് ഓനെ പിന്നെ താഴത്തേക്ക് ഇറങ്ങിയ കാരണം രക്ഷപ്പെട്ടു പോയി. 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ആളുടെ പരിപാടി കഴിഞ്ഞിരുന്നു. മണത്തല ബേബി റോഡ് പ്രസക്തി ഗ്രാമീണ വായനശാലയിൽ മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന ഉദ്ദേശത്തോടെ വായനാ കളരി സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. അധ്യാപിക മീര ക്ലാസ് എടുത്തു. വാർഡ് കൌൺസിലർ സന്തോഷ് കരിമ്പൻ, അധ്യാപിക സിമി എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി KP അനിത സ്വാഗതവും ലൈബ്രറിയൻ സോന സുനിൽ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങി. പള്ളിയുണർത്തൽ, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം ആറാട്ടുബലി, കിഴക്കേ നടക്കൽ, എഴുന്നള്ളിച്ചുവെക്കൽ എന്നിവയ്ക്ക് ശേഷം കോട്ടപ്പടി സന്തോഷ് മാരാരുടെ വാദ്യ അകമ്പടിയിൽ ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ അക്ഷയ് കൃഷ്ണൻ ഭഗവാന്റെ തിടമ്പേറ്റി താലപ്പൊലിയോടെ ഗ്രാമപ്രദക്ഷിണത്തിനായി പുറത്തേക്ക് എഴുന്നള്ളി. വഴിനീളെ നിറപറകളും ദ്രവ്യങ്ങളും ഒരുക്കി ഭക്തർ പ്രദക്ഷിണത്തെ വരവേറ്റു. മഞ്ജുളാൽ വലം വെച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി മേൽപ്പാലം വഴി തിരിച്ച് ക്ഷേത്രത്തിലെത്തി വീണ്ടും മേള എഴുന്നള്ളിപ്പോടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അനുബന്ധ പൂജാ ചടങ്ങുകൾക്ക് ശേഷം തീർത്ഥക്കുളത്തിൽ ഭഗവാൻ ആറാട്ട് നടത്തി. തുടർന്ന് ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞ് ഗോവിന്ദനാമ മുഖരിതയോട് കൊടിയിറക്കി. തന്ത്രിമാരായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രസമിതി ഭാരവാഹികളായ ചന്ദ്രൻ ചങ്കത്ത്, ബാലൻ വാറനാട്ട്, പ്രഭാകരൻ മണ്ണൂർ, രാജു കലാനിലയം, സേതു തിരുവെങ്കിടം, ശശി വാറനാട്ട്, ഹരി കൂടത്തിങ്കൽ, രാജു പിരിവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനും അവധിക്കാലം സൃഷ്ടിപരമായി വിനിയോഗിക്കുന്നതിനും വേണ്ടി ചിറമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ മൊബൈൽ ലൈബ്രറി പദ്ധതി ആരംഭിച്ചു. എൻറിച്ച് ദി ഹോളിഡേസ് വിത്ത് ബുക്സ് എന്ന സന്ദേശവുമായി നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ച് വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. മുൻവർഷം നേടിയ വലിയ വിജയത്തിന്റെ തുടർച്ചയായാണ് ഇത്തവണയും പദ്ധതി വിപുലമായി നടപ്പാക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചത്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിന്റെ മുഖ്യ രക്ഷാധികാരി ഒ അബ്ദുറഹ്മാൻ കുട്ടി അധ്യക്ഷനായി. ചെയർമാൻ പെൻകോ ബക്കർ, ജനറൽ സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, മാനേജർ RM ബഷീർ, പ്രിൻസിപ്പാൾ സുബൈദ ബീവി, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഗഫൂർ കടങ്ങോട്, അക്കാദമിക് ഡയറക്ടർ സയ്യിദ് ഹാരിസ്, വൈസ് പ്രിൻസിപ്പാൾ രാജീവ് പ്രകാശ്, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ കരീം എന്നിവർ പങ്കെടുത്തു. SSF വടക്കേക്കാട് ഡിവിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വിദ്യാർത്ഥികൾ ആസ്വദിച്ച വെളിച്ചം എന്ന ശീർഷകത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. നാലാംകല്ല് MNT ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സോൺ പ്രസിഡന്റ് അബ്ദുറസാഖ് അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് അൻസാർ സഖാഫി അണ്ടത്തോട് അധ്യക്ഷനായിരുന്നു. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ജാഫർ ഇർഫാനി ക്ലാസിന് നേതൃത്വം നൽകി. കേരള മുസ്ലിം ജമാഅത്ത് വടക്കേക്കാട് സോണിലെ 44 യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 300ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. സമ്മേളനത്തിന് ശേഷം വടക്കേക്കാട് സെന്ററിലേക്ക് പ്രചരണ വിളംബര ജാഥ നടത്തി. 2027 ജനുവരി 28, 29, 30, 31 തീയതികളിൽ മലപ്പുറത്താണ് സമസ്ത 100ാം വാർഷിക സമ്മേളനം നടത്തുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥം വടക്കേക്കാട് നടന്ന ഗ്രാറ്റിറ്റ്യൂഡ് പ്രോഗ്രാമിന് വടക്കേക്കാട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി സിബിൽ എടക്കര, വാഫി സെക്രട്ടറി ഹാഷിം സദി, ക്യാമ്പ് സെക്രട്ടറി മുഹമ്മദ് ഈസാൻ കല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,940 രൂപ, പവന് 1,11,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം പുന്നേർകുളം ആൽത്തറ വിശ്വഭാരതി ഗോവിന്ദപുരത്ത് വീട്ടിൽ കൊച്ചുകുട്ടൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. RSS ഗണ്ട് കാര്യവാഹ്, ബാലഗോകുലം താലൂക്ക് രക്ഷാധികാരി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് ആറ്റുപുറം നിദ്രാലയത്തിൽ നടത്തും. സാവിത്രി ഭാര്യയാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സൗത്ത് തൃത്താല ആടുവളവ് സ്റ്റോപ്പിന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. വാവന്നൂർ സ്വദേശി 28 വയസ്സുള്ള കുന്നുംപാറ വളപ്പിൽ സിറാജുദ്ദീനാണ് മരിച്ചത്.
സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയിൽ അല്പം ആശ്വാസം. വൈദ്യുതി ഉപഭോഗം കുറയുന്നു. ഇന്നലെ നിയന്ത്രണം വേണ്ടിവന്നില്ലെന്ന് KSEB. മഴ പെയ്ത് ചൂട് കുറഞ്ഞത് ആശ്വാസമായി. മാലിന്യ സംസ്കരണത്തിന് കേരളത്തിന് മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുന്നംകുളം നഗരസഭ ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് സ്വന്തമായി വാഹനങ്ങൾ വാങ്ങി സ്വയം പര്യാപ്തരാകുന്നു. തൃശൂർ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചാണ് മാലിന്യ സംസ്കരണത്തിന് കേന്ദ്രാവിഷ്കൃത ഫണ്ട് അനുവദിച്ചിരുന്നത്. 60 ലക്ഷം രൂപ ചെലവിൽ JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.